റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ വായിക്കുന്നു. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യതയുടെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഭയവും അടിമത്തവും ഇത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് സംസാരിക്കുന്നത്. ഭയം എന്ന് പറയുന്നത് ഒരു അടിമത്തമാണ്. ചില ആളുകൾ പറയാറുണ്ട് എല്ലാവർക്കും ഭയമുള്ളവരല്ലേ. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തിക്ക് ഭയമല്ല ഉണ്ടാകുന്നത്, അവന് ധൈര്യമാണ് ഉണ്ടാകുന്നത്. രക്തസാക്ഷികൾക്കുണ്ടായിരുന്നത് ധീരതയാണ്, ഭയമല്ല. ഭയമുള്ളവനായിരുന്നെങ്കിൽ അവനൊരിക്കലും രക്തസാക്ഷിയാകാനായിട്ട് സാധിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആ നന്മയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കണമെന്ന് ധൈര്യമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. എന്നാൽ അവർക്ക് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൻ്റെ അരൂപി അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഭയരാഹിത്യമാണ്. ഭയരാഹിത്യത്തിലേക്ക് നമ്മൾ വളരണം. നമുക്കറിയാം, കുഞ്ഞുനാൾ മുതലുള്ള കുഞ്ഞു കുഞ്ഞു ഭയങ്ങളിൽ വളർത്തപ്പെട്ടവരാണ് നമ്മൾ. സ്കൂളുകളിൽ നമ്മളെ പഠിപ്പിച്ചതുപോലും ഭയപ്പെടുത്തിക്കൊണ്ടാണ്. നമ്മളെ പല കാര്യങ്ങളും, നമ്മൾ ജോലി മേഖലയിൽ ഉൾപ്പെടെയുള്ള പല ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നത് പോലും ഭയപ്പെടുത്തിക്കൊണ്ടാണ്. അത് പുരാതന കാലങ്ങളിലും അങ്ങനെയായിരുന്നു. ഈ കാലഘട്ടത്തിൽ അതിന് വ്യത്യസ്തമായിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ വാക്കുകൊണ്ട് ഭയപ്പെടുത്തുന്നില്ല എങ്കിൽ പോലും സിസ്റ്റം കൊണ്ട് ഇപ്പോൾ ഒരു സ്കൂളിൽ, ഇപ്പോഴത്തേക്ക് സ്കൂളുകളിൽ ടീച്ചർമാർ വഴക്ക് പറയുന്നില്ലായിരിക്കും, പക്ഷേ അങ്ങനെ കുട്ടികളെ അത് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സിസ്റ്റം അവിടെ അവരുണ്ടാക്കി വെച്ചത്. ആ സിസ്റ്റം കൊണ്ട് ഭയപ്പെടുത്തിയിട്ടാണ് അവരെ അത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ അരൂപിയിൽ നിന്ന് അവർക്കത് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അത് സ്വാഭാവികമായും അത്തരത്തിലുള്ള ഡിസിപ്ലിനിങ് മെഷേഴ്സൊക്കെ ആവശ്യമാണ്. അത് പരിശുദ്ധാരൂപിക്ക് എതിരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് അശുദ്ധാരൂപിയുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭയം ഇൻസ്റ്റിൽ ചെയ്യാനായിട്ട് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് അത് തെറ്റായി മാറുന്നത്. നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ, നമ്മളുടെ അനുദിന ജീവിതത്തിൽ, നമ്മളുടെ ഹൃദയത്തിൽ, നമ്മളുടെ ആത്മാവിൽ, മനസ്സിൽ, നമ്മളുടെ ശരീരഭാഷയിൽ പോലും ചിലപ്പോൾ ഭയം ഉണ്ടായേക്കാം. അത് നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസം പരിശുദ്ധാത്മാവിനാൽ വളരുക എന്ന് പറയുന്നത് ആത്മധൈര്യത്തിൽ വളരുക എന്നുള്ളതാണ്. എന്തു തന്നെ എനിക്കെതിരെ വന്നാലും, എന്തെല്ലാം പ്രശ്നം എനിക്കുണ്ടായാലും അതിനെയൊക്കെ എനിക്ക് നേരിടാനുള്ള കരുത്തുണ്ട്, അതിനുള്ള ശക്തി എനിക്കുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിൽ നിന്നുള്ള പരിപൂർണമായ ഒരു പ്രവർത്തനത്തിലേക്ക് വരുന്ന ആ ഒരു അനുഭവം, അതാണ് ആത്മധൈര്യം എന്ന് പറയുന്നത്. ആത്മധൈര്യത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ പ്രാപ്തരാകേണ്ടിയിരിക്കും. അത് പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ അടയാളം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഭയം ഉണ്ടോ? ഭയമുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ്. അത് നമ്മൾ ആ ഒരു ചിന്ത നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാം. ഭയമുണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്. എന്തെല്ലാം തരത്തിലുള്ള ഭയങ്ങളാണ് എനിക്കുള്ളത്, അതിനെല്ലാം ഞാൻ ഓരോന്നോരോന്നായി എടുത്ത് മാറ്റും. ഈശോയുടെ സഹായത്താൽ, ഈശോയോടുള്ള പ്രാർത്ഥനയാൽ, പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ, സഭയിലെ കൂദാശകളിലൂടെ, സഭാ ശുശ്രൂഷകളിലൂടെ, ധ്യാനത്തിലൂടെ ഞാനതിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഓരോന്നോരോന്നായി എടുത്ത് മാറ്റും. ഈ ഒരു ധൈര്യം, ഈ ഒരു ശക്തി, ഈ ഒരു ബോധ്യം നമുക്ക് ലഭിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഭയമില്ലാതെ ജീവിക്കാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.